കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ചെറുപുഴ ലയൺസ് ഹാളിൽ നടന്നു. KVVES ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേശ്ശേരി യോഗം ഉദ്ഘാടനം ചെയ്തു. അവരുടെ എണ്ണം ഇപ്പോൾ ഇതിന് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ജില്ലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ ട്രഷററും അതല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന 5 അംഗങ്ങളുമാണ് ആശ്രയ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ്. ആ എക്സിക്യൂട്ടീവിനാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് അതാണ് ആ 39 ആശ്രയ കമ്മിറ്റിയുടെ ചെയർമാന്, വൈസ് ചെയർമാൻമാര്, ജനറൽ കമ്മിറ്റിമാര്, ട്രഷറർ എന്നിവരെ ഇതാണ് ആശ്രയ പദ്ധതിയുടെ ഭരണഘടന, ഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ രീതി. ആ സംശയങ്ങളുണ്ട്. ആ ചോദിച്ച ആരാധനകളില്ല, സമീപന ചോദ്യമാണ്. അതിന്റെ സംശയം തീർന്നു. ആ സംശയം തീർന്നു. രണ്ടാമത്തെ സംശയം എന്താണെന്ന് ചോദിച്ചത് അസയെ സംബന്ധിച്ച് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണോ മൊത്തത്തിലുള്ള സ്ഥിതിയാണോ അത് നിങ്ങൾ വിശദീകരിച്ചോ? മനസ്സിലായില്ല. ആശ്രയ പദ്ധതി 2022 വർഷമാണ് നമ്മൾ ആരംഭിച്ചത്. 2023 ജനുവരി മുതലാണ് അതിന്റെ ആനുകൂല്യം കൊടുക്കുന്ന നടപടി ആരംഭിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ഞങ്ങളുടെ അർപ്പിച്ച വിശ്വാസം അത് നഷ്ടപ്പെടാതെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സുതാര്യത വരുത്തിക്കൊണ്ട് തന്നെ ഓരോ ദിനങ്ങളും ഞങ്ങൾ മുന്നോട്ട് പോകും. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ആ സുതാര്യത ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് ഞാൻ കമ്മിറ്റി സൂചിപ്പി പറഞ്ഞതുപോലെ ആദ്യം ഐസിയുവിലായിരുന്നു യൂണിറ്റിന്റെ സ്ഥിതി. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. റൂമിലേക്ക് മാറ്റി എന്നേ ഉള്ളൂ. ഡിസ്ചാർജായി വരണമെങ്കിൽ എങ്ങനെയെങ്കിലും 8 മാസം കൂടി അല്ലെങ്കിൽ 1 വർഷം കൂടി വേണ്ടി വരും. എന്നിരുന്നാലും ചെറുപുഴ പോലുള്ള ഒരു യൂണിറ്റ് അതിന്റെ കൂട്ടായ്മയുടെ 50ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എത്ര സ്ഥലത്താണ് ചെലവുകൾ ചുരുക്കാൻ കഴിയുക? അതെല്ലാം പരമാവധി ചെലവ് ചുരുക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏകോപന സമിതി എന്ന മഹത്തായ പ്രസ്ഥാനം കേരളത്തിൽ 4 പതിറ്റാണ്ട് പൂർത്തിയാകുന്നുവെന്ന് റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പേ രൂപീകൃതമായി ചെറുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ നാടിന്റെ അഭിമാനമായ വ്യാപാരികളുടെ കൂട്ടായ്മ ആയിത്തീർന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പർമാരും ഇവിടെ വരാത്തതുമായി ഏകദേശം 500-ലധികം മെമ്പർമാരുള്ള ഈ യൂണിറ്റിലെ ഓരോ അംഗവും ഏകോപന സമിതിയിൽ മാത്രമല്ല അംഗമായി പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ നാട്ടിലുള്ള എല്ലാ പള്ളി കമ്മിറ്റികളിലും, അമ്പല കമ്മിറ്റികളിലും, പ്രധാനപ്പെട്ട എല്ലാ ക്ലബ്ബുകളിലും, പ്രധാനപ്പെട്ട സൊസൈറ്റികളിലും തുടങ്ങിയ എല്ലാ മേഖലയിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കയ്യൊപ്പുണ്ട്. പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങളെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ നിയാസ് സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി രാജേഷ് ATV പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോൺസൺ C പടിഞ്ഞാത്ത് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പൊതുയോഗത്തിന്റെ പ്രധാന ഭാഗമായി 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി NV കുഞ്ഞിരാമൻ, മേഖലാ പ്രസിഡന്റ് റോയി ജോസ്, മേഖലാ ട്രഷറർ സുജിത് TV, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയ്, വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് എന്നിവർ സംസാരിച്ചു.
കുടുംബസമേതം അടുത്ത ഒരു വർഷം ഏതാണ്ട് മുമ്പോട്ട് വരാതെ വളരെ ഭംഗിയായ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട വ്യാപാരികൾ, ഇന്ന് അല്ല ഒരാഴ്ചയായിട്ട് ഒരു 2 ആൾ 3 ആൾ കൂടുന്നത് പറ്റിയ ഒരു ചോദ്യമുണ്ട്. ആയോ? ഞാൻ ചോദിക്കുക, ആയോ? ചെറുപ്പുഴ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയോ? ഞങ്ങൾ അതിനുവേണ്ടിയാണ് ആദ്യം വന്നത്. നോട്ടീസിലുള്ളത് യൂണിറ്റ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ആശംസ കേൾക്കുകയായിരുന്നത്. എന്നാലും നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ് വരാമെന്ന് 4 മണി എത്തുള്ളൂ. അവിടെ വ്യാപാരികളുടെ ഈ പ്രയാസങ്ങൾ പകുതിയോളം മാറ്റിയിട്ടുമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സംഘടിത നീക്കം സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സംഘടനകളോട് ഓർമ്മിപ്പിക്കേണ്ടതാണ്. ഇന്ന് 40 ലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കേരളത്തിലുണ്ട് എന്നാണ് കണക്ക്. ആ ആളുകളെല്ലാം കൂടെ ഒരു പണിയില്ലാതെ തെക്കോട്ട് കടന്നുകൊണ്ടുമൊക്കെ നടത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ്? എന്റെ ചെറുപ്പത്തിൽ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് പാസ്സായാൽ ഒരു ജോലി ഉറപ്പാണ്. എന്നോട് അഭിപ്രായമുണ്ട്, നീ എങ്ങനെയെങ്കിലും മുൻപ് കഴിയാതെ ഒരു 10ാം ക്ലാസ് പാസ്സാവും, എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് MSc കഴിഞ്ഞാൽ പോലും ഒരു ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. ഒരു ജോലി സർക്കാർ തലത്തിൽ ലഭ്യവുമല്ല. കാരണം സർക്കാരിന് അതിനാണ് പൈസയില്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ തസ്തികകൾ പൂർത്തീകരിക്കാൻ കഴിയൂ. ആരെ ഉണ്ടായത് ബസ് കണ്ടക്ടർമാർ, പോലീസുകാർ, ഇവർ തടിയുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഇതിനു മുമ്പ് ഇല്ലാതെ അനുഭവമാണ്. അങ്ങനെ തീരുമാനം കമ്മിറ്റി എടുത്ത് അധ്യായ ഉണ്ട്. 10-40 വർഷമായിട്ടും ഒരാൾക്കും കിട്ടാത്ത ഒരു ആദരവ് കിട്ടിയത് നിങ്ങളോട് ആളുകളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൊടുത്തു.